സുമിയേ തിരക്കിലാണോ? ഇപ്പം കസ്റ്റമറൊന്നുമില്ല. അതെ, നമ്മൾ ബ്ലൂബെറി ഒത്തിരി പേർക്ക് കൊടുത്തില്ലെന്നോ? ബ്ലൂബെറി എത്ര പേര് നടുന്ന രീതിയെ പറ്റി ചോദിച്ചു. നീ ഡെയിലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അവർ? എനിക്ക് മുമ്പ് രാവിലെയും വൈകുന്നേരം ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഉറക്കത്തിൽ തന്നെ എനിക്ക് ബ്ലൂബെറി നടുന്നവരെ ഓർമ്മ വരുന്നത്. നിന്നെ പറഞ്ഞു നിനക്കൊരു കാര്യം ചെയ്തു, ഒരു നല്ലൊരു വീഡിയോ ഇട്ടെടുക്കാൻ പറ്റുക. കസ്റ്റമർക്ക് നടുന്നതിൻ്റെ ഒന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നീ ഇപ്പോൾ എത്രയോ പേർക്ക് സെയിൽ ചെയ്തു. അപ്പോൾ അതൊന്ന് നടുന്നൊരു രീതി ഒന്ന് അതിൻ്റെ നടുന്നതും അതിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊന്നൊരു വീഡിയോ ആക്കി ചെയ്തൂടെ? ഇപ്പം തന്നെ ചെയ്തേക്കുന്ന അപ്പോഴേ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വായു നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വേണ്ടത് നല്ല ഒന്നാന്തരം ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ്. കണ്ടോ, ഇത് ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് നല്ല അടിപൊളി ട്രീറ്റ് ചെയ്ത നല്ല സൂപ്പർ ചകിരിച്ചോറാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല പൊടിയാണിത്, കണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടാമത് വേണ്ടത്, നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇത് വളമല്ല, ഇത് പെർലൈറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് വെർമിക്കുലേറ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ വെള്ളത്തിന്, അതായത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചെടിക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന് കൺട്രോൾ ചെയ്യാനും നല്ല വേരോട്ടം കൂട്ടാനും ഉള്ള രണ്ട് സാധനങ്ങളാണിത്. ഒരിക്കലും ഇത് ഒരു വളത്തിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. വളമല്ല കേട്ടോ. ഇത് നല്ല വേരോട്ടവും നല്ല എന്താ പറയണ വെള്ളത്തിനെ കൺട്രോൾ ചെയ്ത്, അതായത് ഈ പെർലൈറ്റിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യും ഒത്തിരി. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് കൂടുതലാണെങ്കിൽ ഇതിനകത്തേക്ക് ഇത് വലിച്ചെടുക്കും, സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഇപ്പം നമ്മൾ 2 ദിവസം നനച്ചില്ല എന്ന് വിചാരിക്കും, ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അത് ചെടി വലിച്ചെടുത്തോളും, ചെടിക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ രീതികൾ. അപ്പോൾ എൻ്റെ അറിവ് അതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക, കമൻ്റായിട്ട് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വളമാണ്. ഈ വളം ഏതാണെന്നറിയാം, ഇത് നമ്മുടെ മീലാണ്. ഒരു നോർമൽ മീലാണ്, ഒരു സ്റ്റെറാമീൽ എന്നാണ് പറയുക. സ്റ്റെർലിങ്ങിൻ്റെ കമ്പനി ആയതുകൊണ്ടായിരിക്കും സ്റ്റെറാമീൽ. സമൃദ്ധി എന്നൊക്കെ പറയുന്ന അതേ വളം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയിലേക്ക് ഇടാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്റ്റെറാമയിലും കൂടി ഇട്ട് കൊടുക്കണേ. എന്നാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വളം വേണ്ടി ഇതിനകത്ത്. ചകിരിച്ചോറ് പ്രത്യേകിച്ച് ഒരു വളമല്ല, അതിൽ ഒരു മണ്ണല്ല, ഒന്നുമല്ല. അപ്പോൾ pH-ൻ്റെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറിൽ തന്നെ എന്തെങ്കിലും നട്ടോളാൻ പറയുന്നത്. ഇതിനകത്താകുമ്പോൾ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, അങ്ങനെ സർവ്വമാന സാധനങ്ങളും ഉള്ള ഒരു മീലാണ്, പ്ലാൻ ഫുഡാണ് ഈ ഇടുന്നത് കേട്ടോ. വളക്കടയിലൊക്കെ ചെന്നിട്ട് മീലെന്ന് പറഞ്ഞാൽ മതിയേ, തരും, അവർ തരും. നമുക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നിച്ചു മോനെ ഒരു ബ്ലൂബെറി പ്ലാന്റ് എടുത്തിട്ട് വന്നേ. കണ്ട, അപ്പം നമ്മളൊരു പകുതിയോളം ഇതാ ഇപ്പം നിറച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, വെൽക്കം. നമ്മൾ നല്ല അടിപൊളി ഒരു ബ്ലൂബെറി പ്ലാന്റ് ആണേ. കണ്ടോ, നമ്മളിത് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ ഇതുപോലെ ഇതിനകത്ത് കുറച്ച് ചകിരിച്ചോറിനെ ഇങ്ങനെ കൊട്ടി ഒഴിവാക്കിയിട്ടായിരിക്കും തരുന്നത്. അപ്പം നിങ്ങൾ കിട്ടുമ്പോൾ ഇത് അങ്ങനെ തന്നെ അങ്ങ് നട്ടാൽ മതി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് വീണ്ടും ഞാൻ ഇത് ഇത്തിരി വലിയൊരു പാത്രം ആയതുകൊണ്ടേ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചട്ടി വലുതായാലും കുഴപ്പമൊന്നുമില്ല. ചട്ടി വലുതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ ഉള്ളൊരു ഇച്ചിരി വലിയ ചട്ടി എടുത്തുവന്നേ ഉള്ള ആ വലിപ്പമുള്ളത് ഇപ്പം ഇവിടെ ഇരിപ്പുള്ളൂ നിലവിൽ. അതുകൊണ്ട് ഞാൻ അത് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും കൂടെ അപ്പം നമുക്ക് കുറച്ചും കൂടെ മണ്ണ് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി മീല് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ മണ്ണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. മണ്ണല്ല, നമ്മുടെ മിക്സ്, ചകിരിച്ചോറിൻ്റെ മിക്സ് കേട്ടോ. ബാക്കിയൊന്ന് ഫില്ല് ചെയ്യണ്ടേ, അത്രയേ ഉള്ളൂ. ഒരു മീലിടുമ്പോഴത്തേക്ക് ഒരു ചട്ടിക്ക് അല്ലെങ്കിൽ 20 ഇഞ്ച് ചട്ടിയൊക്കെ എടുക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു
3 അല്ലെങ്കിൽ ഒരു 3-4 സ്പൂണ് മതി കേട്ടോ. അത്ര അളവ് മതിയേ. കണ്ടോ? ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ് നമ്മുടെ ബ്ലൂബെറി നടാനായിട്ട്. ഇങ്ങനെ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ തന്നെയാണ് നേരത്തെയും നട്ടിട്ടുള്ളത്. ഇത്രയും വളർന്നതുമൊക്കെ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ തന്നെയാണ്. കണ്ടോ? ഇതേ നോക്കിക്കേ, നമ്മുടെ അടിപൊളി പ്ലാന്റ് റെഡി. കണ്ടോ? ഇത്രയേ ഉള്ളൂ നടുക എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ? ഇപ്പം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത്. എല്ലാത്തിനും പൂവും കായും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലതേ നോക്കിക്കേ, ഈ വരുന്നത് ഒരു മുട്ടാണ്. ഇതേ ഒരു കുഞ്ഞു തണ്ട് ഇല ഉള്ളത്, അതിലും മുട്ടാണ്. ഇതൊക്കെ പിന്നെ ഓൾറെഡി മുട്ടുകളാണ്, കായാണ്. കണ്ടോ? പിന്നെ ഇനി വെള്ളം ഒഴിക്കുക. എന്നിട്ട് അധികം വെയിൽ വേണ്ട, എന്നാൽ അധികം തണലും വേണ്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് വെക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി കൊണ്ടുപോയിട്ട് നട്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂബെറി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്ക് വെച്ചേക്കുന്നുണ്ടോ? കുറേ ചെടികൾ ഇരിക്കുന്ന കൂട്ടത്തിൽ അത്യാവശ്യം വെയിലും കിട്ടും, എന്നാൽ തണലും കിട്ടും. വൈകിട്ടൊക്കെ ആകുമ്പോൾ തണലും കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊരു സ്പേസ് ഉണ്ടാവില്ലേ, അവിടെ കൊണ്ട് വെച്ചാൽ മതി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നന്നായിട്ട് തന്നെ വളർന്നു വന്നോളും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനിയും ബ്ലൂബെറിയുടെ തൈകൾ വേണ്ടവർ മെസ്സേജ് ഇട്ടോ, ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി എപ്പോൾ വരും, ബാക്കി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോ കേട്ടോ.